بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ പത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു സന്ദർഭമാണ്. ഏറ്റവും വലിയ ഇബാദത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. നാം ഇന്ന് കാണുന്ന ഇബാദത്തുകളെ, ആരാധനകളെ വ്യവസ്ഥയാക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടായിരുന്ന ആ വലിയ ഇബാദത്ത് ദിക്റുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഓർമ്മ. പിന്നീട് നിയമമാക്കപ്പെട്ടിട്ടുള്ള, വ്യവസ്ഥയാക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരാധനകളിലും നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന ആ ഇബാദത്തിനെയും അള്ളാഹു സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ മതനിയമങ്ങളുടെ പ്രത്യേകത. ദിക്റുള്ള, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക, അള്ളാഹുവിൻ്റെ ഇദാബിനെ ഭയപ്പെടുക, അവൻ്റെ ഖദർ ഖളാഇലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചിന്തകൾ, ഇങ്ങനെ നിരന്തരം മനസ്സിനെ അള്ളാഹു എന്നതിൽ ലയിപ്പിക്കുന്ന അവസ്ഥ എന്തോ അത് നിരന്തരം ഉണ്ടാവണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സുദീർഘമായി പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ യഥാർത്ഥ ചിന്തയും യഥാർത്ഥ വിവേകവും പരിപൂർണതയിലെത്തുന്ന മനുഷ്യനിൽ കാണുന്ന പ്രത്യേകതയായി പറഞ്ഞത് ഇരിപ്പിലും നിൽപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാം അല്ലാഹ് എന്ന ചിന്ത. അവസാനം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അവന് ബോധ്യപ്പെടുമ്പോൾ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ നിഷ്ഫലമായി പടച്ചതല്ല അല്ലാഹ്. അങ്ങനെ പറയുന്ന അപ്പൊ ഈ ബോധ്യപ്പെടലിനെ, അള്ളാഹുവിനെ ബോധ്യപ്പെടലിനെ ഓർമ്മപ്പെടുത്തുന്ന 10 ദിനങ്ങളെയാണ് റഹ്മത്തിന്റെ 10 എന്ന് പറയാം. ഒരുപാട് അമലുകളുണ്ട് എങ്കിലും അള്ളാഹിനെ ബോധ്യപ്പെടുക എന്നത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ മനഃപൂർവ്വം ഒന്ന് ശ്രമിച്ചു കൊണ്ടുവരണം. അള്ളാഹുവിന്റെ കരുണയെ ബോധ്യപ്പെടുന്നിടത്താണ് ഒരു മനുഷ്യൻ റബ്ബിന് ശുക്ർ ചെയ്യുക എന്ന വഴിയിലേക്ക് വരാം. നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തും ശുക്രിന്റെ വഴിയിലാണ്, അള്ളാഹുവിന് നന്ദി ചെയ്യലാണ്. ഏത് ഇബാദത്തും നന്ദി ചെയ്യലാണ്. മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഒരു നബി അള്ളാഹുവോട് ആയുസ്സിനെ ചോദിച്ചു. അതെന്തിനു വേണ്ടിയാണ്? ഇബാദത്ത് ചെയ്യാൻ. ആയുസ് കഴിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ് ചോദിക്കുമ്പോൾ പ്രവാചകർ കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അള്ളാഹു ആയുസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കരച്ചിൽ പിന്നെയും അധികരിച്ചു. അപ്പൊ അള്ളാഹു ചോദിച്ചു, എന്തിനാ പിന്നെയും കരയുന്നത്? എനിക്ക് നീ അങ്ങനെ ഒരു അവസരം തന്നല്ലോ ഇബാദത്ത് ചെയ്യാൻ. അപ്പൊ ഇനി ഞാൻ കരയുന്നത്, അള്ളാഹുവേ എനിക്ക് കൂടുതൽ നന്ദി ചെയ്യണം, അതിനുള്ള അവസരം നീ തന്നതിന് എനിക്ക് കൂടുതൽ നന്ദി ചെയ്യണം. ഫലത്തിൽ ഈ നന്ദി ചെയ്യലും ഇബാദത്ത് ചെയ്യലും ഒക്കെ ഒന്ന് തന്നെ. പക്ഷെ ചിന്തയിൽ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം ബോധ്യപ്പെട്ടോടുത്ത് റബ്ബിന് നന്ദി ചെയ്യാൻ നിർബന്ധിതനാവാണ്. നന്ദി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൂടി കൂടി വരും. ലഇൻ ശകർതും ലഅസീദന്നകും. ഈ ഒരു വ്യവസ്ഥയെ ബോധ്യപ്പെടുക എന്നതാണ് റഹ്മത്തിന്റെ 10 നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ പ്രമേയം. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ തത്വങ്ങളും ഇസ്ലാമിക സിദ്ധാന്തങ്ങളും ഖുർആന്റെ വചനങ്ങളും ഇതിൽ അധിഷ്ഠിതമായ ഒരു സ്ട്രക്ചറാണ് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി സൂറത്തുൽ ഫാത്തിഹ നോക്കൂ.
അതിന്റെ ആദ്യ വചനം എന്ന് പോലും മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് ബിസ്മിയാണ്. ബിസ്മി അവസാനിക്കുന്നത് റഹ്മാൻ റഹീം എന്ന രണ്ട് വിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ കരുണയാണ്. അതിലേക്ക് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ എവിടൊക്കെ ഏതൊക്കെ ലോകത്തേക്ക് കൊണ്ടുപോകുമോ ആ ഒരു മനുഷ്യനെ ആ കാരുണ്യത്തിന്റെ ചിന്തകൾ വഴിപ്പെട്ടാലും എല്ലേലും ഗുണം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ. അതിനപ്പുറം ഒരു സൃഷ്ടാവിന്റെ കാരുണ്യബോധത്തെക്കുറിച്ച് പറയാൻ ഇനി മറ്റൊരു വാക്ക് വേണ്ട. സൃഷ്ടിക്ക് ആവശ്യമുള്ളത് ചോദിച്ചില്ലെങ്കിൽ പിണങ്ങുന്നവൻ, അങ്ങനെയാണ് റഹ്മാൻ. ഖുർആൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ അദാബിനെ കുറിച്ചും അള്ളാഹുവിന്റെ അടക്കി ഭരിക്കലിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ആയത്ത് ശകലങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ചേർത്ത് പിടിക്കലിന്റെ വചനങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ ഒരു കരുണയാണ്. സ്വർഗത്തിന് കവാടം 8 വെച്ചപ്പോൾ നരകത്തിന് 7 അവൻ വെച്ചു, 1 കുറയ്ക്കാ ചെയ്തത്. ഒരിക്കലും അവന്റെ അടിമയെ തീയിലിട്ട് കരിക്കാനല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ സ്വർഗത്തിന്റെ പൂമെത്തയിലിട്ട് പുന്നാരിക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അള്ളാഹു കരുണ ചെയ്യട്ടെ. കരുണയെ ബോധ്യപ്പെടുത്തുകയാണ്. ബിസ്മിയിലെ റഹ്മാൻ റഹീം പറഞ്ഞ് കാരുണ്യത്തെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ ഇനി അവൻ അവിചാരിതമായി തനിയെ യാന്ത്രികമായി പറയണം. കാരുണ്യം ബോധ്യപ്പെട്ടു ബിസ്മിയിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിന് ഹംദ് പറഞ്ഞു പോകും. ഈ ഒരു സ്ട്രക്ചർ റഹ്മത്തിന്റെ പത്തിലുണ്ടാവണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെട്ടതിന് ഹംദ് പറയലാണ്. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ ഒരായത്ത് നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ആയത്താണ്, പക്ഷെ അതിന്റെ ചിന്തകൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുക. കുല്ല യൗം ഐ കുല്ല ലഹ്ള. ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളൊരു 10-15 പേര് അള്ളാഹുവോടൊന്നും ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരമുണ്ട്. അതിന് ഭാഷയില്ല, മതമില്ല, സൃഷ്ടികളാ ചോദിക്കുന്നത്. മനുഷ്യരെന്ന് തന്നെയില്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അള്ളാഹുവോട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അവൻ ഓരോന്നോരോന്ന് തരംതിരിച്ച് കേൾക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവനാവട്ടെ ഈ കേൾക്കുന്നതിന്റെ കൂടെയല്ല, ഹുവഫീഷൻ, അവൻ ഇനിയും ചോദിക്കാൻ ഒരുപാട് വേറെയുണ്ടേ. സൃഷ്ടികളല്ലേ, ആ ചോദിക്കാത്തത് പരിഗണിക്കുന്ന കാര്യത്തിലാണ് അള്ളാഹു വ്യാപൃതൻ എന്ന് ഖുർആൻ. ചോദിച്ചതല്ല, ചോദിക്കാത്തത് പരിഗണിക്കുന്നതിൽ അള്ളാഹു വ്യാപൃതൻ, അത് പരിഹരിക്കുന്നതിൽ അള്ളാഹു വ്യാപൃതൻ എന്ന് ഖുർആൻ. അത് വലിയൊരു അനുഗ്രഹം. നമ്മൾ ചോദിച്ചത് നമ്മുടെ മുന്നിൽ കാണുന്ന പ്രത്യക്ഷമായ ചില അടയാളങ്ങളിലോ ആവശ്യങ്ങളിലോ നിർണയിക്കപ്പെട്ടിട്ടുള്ള അതിൽ പരിമിതപ്പെട്ട തുച്ഛമായത് ചോദിക്കുമ്പോൾ ഭാവിയിൽ നാം കാണാത്ത, നമുക്ക് ബോധ്യമാവാത്ത അദൃശ്യമായ ഭാവി അതിൽ വരാൻ അള്ളാഹു നിശ്ചയിച്ചതിൽ നമുക്ക് ഗുണപ്പെട്ടതിനെ നമുക്ക് അടുപ്പിച്ചു തരുന്നതിൽ അവൻ വ്യാപൃതൻ എന്ന് പരിശുദ്ധ ഖുർആൻ. തികച്ചും യജമാനനായ അള്ളാഹു അവന്റെ അടിമയോട് ചെയ്യുന്ന ഒരു കരുണയാണത്. അതൊരു അനുഗ്രഹത്തിലേക്കുള്ള സൂചനയായതുകൊണ്ട് തൊട്ടടുത്ത ആയത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാ ഇനിയും നിങ്ങൾ നിഷേധിക്കുക എന്ന് ചോദിച്ചത്. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനോട് ഓരോ നിമിഷവും അവന്റെ സൃഷ്ടികൾ ചോദിക്കുന്നു. മഹാനായ ഇമാം സാവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാം, അന്നഹും മുഫ്തഖിറൂന ഇലൈഹി, നമ്മൾ അള്ളാഹുവിനെ കിട്ടുക എന്നതിൽ ദാരിദ്ര്യം പിടിച്ചവരാണെന്ന്. അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകാൻ നമ്മൾ ദാരിദ്ര്യം പിടിച്ചവരാണ്, നമ്മൾ അത്ര അത്യാവശ്യക്കാരാണ്. എന്നാൽ നമുക്ക് ആ ദാരിദ്ര്യത്തിന്റെ ബോധം തോന്നാറില്ലേ? എന്തുകൊണ്ട്? കിബർ കൊണ്ട് മനസ്സിനെ ഇബ്ലീസ് കീഴടക്കി കഴിഞ്ഞു. അത് പൊട്ടിച്ചെറിയുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. കേട്ടോളൂ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, അള്ളാഹു ഓരോ നിമിഷവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്
മിൻ ഇഹ്യാഇൻ വ ഇമാതത് വ ഇഅ്സാസിൻ വ ഇദ്ലാലിൻ വ ഇഅദാമിൻ വ ഇഗ്നാഇൻ വ ഇജാബത്തി ദാഇൻ വ ഇഅതാഇ സാഇലിൻ വ ഗൈരി ദാലിക്. ചോദിക്കുന്നവന് കൊടുക്കാൻ, അതുപോലെ തന്നെ ദുആ ചെയ്യുന്നവന് ഉത്തരം ചെയ്യാൻ, ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുക്കാൻ, സമ്പന്നതയാവാം, ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതിനെ തിരിച്ചു നൽകി അവനെ സന്തോഷിപ്പിക്കാൻ, ചിലരെ നിസ്സാരപ്പെടുത്താൻ, ചിലരെ ഉന്നതരാക്കാൻ, ഇതൊക്കെ ഓരോ സെക്കൻഡിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുദ്റത്താണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹുവോടുള്ള ചോദ്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇനി ചോദിക്കാത്തവനും വേണ്ടി ചോദിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിനൽ മലായികതി മലക ലഹു അർബഅതു ഔജുഹ്. 4 മുഖങ്ങളുള്ള ഒരു മലക്കുണ്ടത്രേ. ഇമാം ബൈളാവി, ഖുർത്തുബി, ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങുന്ന ഒരുപാട് മഹത്തുക്കൾ ഈ ഹദീസ് പറയുന്നുണ്ട്. 4 മുഖങ്ങളുള്ള ഒരു മലക്ക്. ആ മലക്കിന്റെ ഒന്നാമത്തെ മുഖം മനുഷ്യന്റെ മുഖം. ഇവിടെ അള്ളാഹുവോട് ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത മനുഷ്യന് വേണ്ടി ആ മലക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. യസ്അലുഹു, ഹാലിയായ മഅനാണ്, ചോദിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു മുഖമുള്ളത് കാളയുടെ മുഖം. ലോകത്തുള്ള സസ്യബുക്കുകളായ ജീവജാലങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ആ മുഖം വെച്ച് ആ മലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് സിംഹത്തിന്റെ മുഖം. എല്ലാ ഹിംസ്ര ജന്തുക്കൾക്കും മാംസബുക്കുകൾക്കും വേണ്ടതൊക്കെ ആ മുഖം വെച്ച് ആ മലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് പക്ഷിയുടെ മുഖമാ. എല്ലാ പക്ഷി പറവകൾക്ക് വേണ്ടതൊക്കെ ആ മുഖം വെച്ച് ആ മലക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഉന്നയിക്കുമ്പോഴും അവൻ ചോദിക്കാത്തത് കൊടുക്കുന്നതിൽ വ്യാപൃതൻ, അവന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടാൻ ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അങ്ങനെയാണ് അള്ളാഹു അവന്റെ കാരുണ്യത്തെ അവന്റെ സൃഷ്ടികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് ബോധ്യപ്പെടുന്നിടത്താണ് നമുക്ക് അൽഹംദുലില്ലാ പറയാൻ, നമ്മൾ ചെയ്യുന്ന അമലുകളെ ശുക്റിന്റെ മാർഗത്തിലെന്ന് ബോധ്യപ്പെടാൻ. അല്ലാതെ ഞാൻ കുറെ ചെയ്തല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന സിസ്റ്റത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിനൊക്കെ, നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കിട്ടണമെന്നല്ല, നമ്മൾ ചെയ്യൽ നമുക്ക് ബാധ്യതയാണ്. ഇങ്ങനെ സൃഷ്ടിച്ച് ഈ കോലത്തിലെത്തിച്ച് നീ ഒരിക്കൽ പോലും ആവശ്യപ്പെടാതെ നിന്റെ മൂക്കിന്റെ തുമ്പിൽ നിനക്കാവശ്യമുള്ള ഓക്സിജൻ കൊണ്ടുവന്നു തന്നു. ദഹനേന്ദ്രിയ പ്രക്രിയകളിൽ നീ ആവശ്യപ്പെടാതെ അതിന് വേണ്ട എല്ലാ രസങ്ങളും ആസിഡുകളും ചേർത്ത് സമയബന്ധിതമായി എത്ര കടുപ്പമുള്ള ഭക്ഷണത്തെയും ദഹിപ്പിച്ച് ഊർജത്തിലേക്ക് കൺവെർട്ട് ചെയ്തത് നീ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. സമയബന്ധിതമായി കൃത്യമായ താളത്തിൽ ഹൃദയം സ്പന്ദിച്ചത് നീ ചോദിച്ചതല്ല. എല്ലാത്തിനെയും യാന്ത്രികമായി നീ പോലും കാണാത്ത ആയിരക്കണക്കിന് അവയവങ്ങളും കോടിക്കണക്കിന് കോശങ്ങളും നിന്റെ ശരീരത്തിൽ ഒരു ആയുസ്സിൽ നിന്നോടൊപ്പം നിന്നത് നീ ചോദിച്ചതുകൊണ്ടല്ല. ഹുവ ഫീ ശഅൻ. അതാണ് അല്ലാഹ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. എവിടെ നോക്കിയാലും അള്ളാഹനെ ബോധ്യപ്പെടും. എവിടെ നോക്കേണ്ട കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചതിലേക്ക് നോക്കിയാൽ അള്ളാഹനെ ബോധ്യപ്പെടുമെന്ന് ഖുർആൻ. ഈ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചതിലേക്ക് നോക്കിയാൽ ഇതിന്റെ സുഗമമായ ഈ ചലനവും ഇതിന്റെ ഊർജവും ഇതിന്റെ ദൃഢതയും ഒന്ന് കൂട്ടിയങ്ങ് പിടിച്ചാൽ ഇത് തുറക്കാൻ നമ്മൾ തന്നെ പറ്റൂ. അത്രയും വലിയൊരു മണിച്ചിത്ര താഴിട്ട് പൂട്ടിയ പൂട്ട ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അത്രയും അസ്ഥികളും പേശികളും മറ്റുള്ളതായ രീതിയിലുള്ള ദൃഢമായ എല്ലാ കാര്യങ്ങളും വെച്ച് ഈ കയ്യിനെ ഭദ്രമാക്കിയവനാണല്ലോ. ബിമാ കസബത് ഐദീനാസ് എന്നാ പറയാ ഖുർആൻ. കരങ്ങൾ ചെയ്തതെന്നാ പറയാ. കാരണം ഈ കരം ചെയ്യാനുള്ളതാണ്. ഇത് ചെയ്യൽ കൂടുതലാ. ഇതിൽ പൊടിപടലങ്ങൾ ഏറെയാ. ഇത് വൃത്തിഹീനമാകുന്ന സാഹചര്യങ്ങൾ കൂടുതലാ. അതുകൊണ്ട് അംഗസ്നാനം ജീവിതത്തിന്റെ ഭാഗമാക്കി അത് നിർബന്ധമാക്കി നിസ്കാരത്തോടൊപ്പം ചേർക്കുമ്പോഴും അംഗസ്നാനം ഏറ്റവും കുറഞ്ഞത്, ഉളൂ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിന്റെ ആ ഘടികാരത്തിൽ 5 നേരത്തിൽ നിശ്ചയിക്കപ്പെട്ടപ്പോഴും 3 പ്രാവശ്യം അവന്റെ എല്ലാ അവയവങ്ങളും കഴുകുക എന്ന സുന്നത്തിലൂടെ മുൻകൈയിനവൻ കഴുകുന്നത് 6 പ്രാവശ്യം വഴി 30 പ്രാവശ്യം ഒരു ദിവസം ഈ കൈ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകി ഫ്രഷാക്കുന്നൊരവസ്ഥയും അവൻ അമലി രംഗത്ത് ഈ കൈയിനെ സംരക്ഷിക്കാൻ ചെയ്തു തന്നു എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അറിഞ്ഞും അറിയാതെയും ഇടപെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ
വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. എവിടെ നോക്കിയാലും ചിന്തിക്കുന്നവൻ അള്ളാനെ കാണാൻ ധാരാളം അടയാളങ്ങൾ ഉണ്ട്. ധാരാളം അടയാളങ്ങളുണ്ട്. അള്ളാനെ കാണാൻ എവിടെയും അടയാളമുണ്ട്. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു വഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലും ഉണ്ട്. ഒരുപാട് നേരം ഒരു തൂമ്പയെടുത്ത് ഒരു കൈക്കോട്ടെടുത്ത് കിളച്ചാൽ, ഒരു കഴപ്പ് വന്നാൽ, അല്പം നീരടിച്ചാൽ, തൈലം തേച്ചുകൊണ്ട് ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് എങ്കിൽ പരിമിതമായ സമയത്ത് നീ അധ്വാനിക്കാൻ നിന്റെ ഒരു ബാഹ്യ അവയവത്തെ ഉപയോഗപ്പെടുത്തിയതാ. എന്നാൽ നേരെ തിരിച്ച് ആന്തരികമായ അവയവങ്ങൾ നീ ജനിക്കുന്നതിന് മുമ്പേ പ്രവർത്തനം തുടങ്ങിയതാ. ഒരു അവയവത്തിനും ഒരു ക്ഷീണവും വരാതെ ഒരു തേക്കുകയോ ഒരു ചൂട് പിടിപ്പിക്കുകയോ ഇല്ലാതെ അതിങ്ങനെ യഥേഷ്ടം എത്ര വയ്യാതിരുന്നാലും ഉറങ്ങിയാലും ഉണർന്നാലും ഓടിയാലും നടന്നാലും അതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഒരു കുതിരത്ത് അതിന്റെ അകത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. സൂറത്തുൻ നഹ്ൽ. ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഇരുന്ന് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ. എഴുതിയാൽ എണ്ണിയാൽ നിനക്ക് നിജപ്പെടുത്താൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവാജ്യമാണ്, അതുല്യമാണെന്ന് ഖുർആൻ. നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാ? റബ്ബിന്റെ കരുണ നോക്കണേ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്തൊരു നല്ല ശാരീരിക ഭംഗിയാ അല്ലാഹു നിനക്ക് തന്നത്. അവന്റെ കരുണയാണ്. റബ്ബിനെ ബോധ്യപ്പെടാൻ വേറൊന്നും വേണ്ട. അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നത് എപ്പോഴാ? ഒരു സങ്കടം വരുമ്പോൾ കുറച്ചു നേരത്തേക്ക്. എന്നാലും ആ സങ്കടത്തിൽ പരിമിതമായ അതിന്റെ പരിഹാരത്തിലേക്ക് മാത്രം നാം ഉന്നയിക്കപ്പെടുന്ന ചില ബോധ്യപ്പെടലുകൾ മാത്രമേ ഉള്ളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ബോധ്യപ്പെട്ടതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് കടം വീട്ടേണ്ടത് ഇല്ലാഞ്ഞിട്ടും അള്ളാഹുവോടുള്ള നന്ദി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാവിന്റെ നിശബ്ദതയിൽ നിസ്കരിച്ച് നീര് കാലിൽ തളം കെട്ടുന്ന വിധം ഐഷ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തിയപ്പോ അവിടുന്ന് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അഫലാ അകൂന അബ്ദൻ ശുക്റാ വലിമ ലാ അഫ്അൽ. ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവാൻ വേണ്ടിയായത് ചെയ്തത്. കൂലി കിട്ടണമെന്നല്ല, സ്വർഗം കിട്ടണമെന്നല്ല. ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന. അമല് കൊണ്ടല്ല സ്വർഗം. അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും നമ്മെ പൊതിഞ്ഞിട്ടല്ലാതെ നമുക്ക് സ്വർഗമില്ല. വലാകിൻ ലിയതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. സ്വഹീഹുൽ ബുഖാരി. അപ്പൊ അള്ളാഹുവിന്റെ കരുണയാണ് സ്വർഗം. അള്ളാഹുവിന്റെ കരുണയാണ് ഈ വിവേകം. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അവന്റെ വഴിയിൽ ചെലവ് ചെയ്യാ. ഞാൻ ഈ ചെയ്യുന്നത്, ഈ പറയുന്നത്, ഈ കേൾക്കുന്നത്, ഞാൻ ഇവിടെ പണം മുടക്കുന്നത്, ഞാൻ ഈ യാത്ര പോകുന്നത്, ഞാൻ അവിടെ വർത്തമാനം പറയുന്നത്, എന്തൊക്കെയോ ഈ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന പ്രവർത്തനങ്ങൾ, ചിന്തകൾ, വാക്കുകൾ, ഇതെല്ലാം എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ എന്ന ഒരു ചിന്തയിൽ നമ്മൾ നമ്മെ നിലനിർത്തുന്നിടത്ത് ആദ്യം പറഞ്ഞ ദിക്റുല്ലാഹ്, അല്ലാഹ് എന്ന ചിന്ത ആവാ. ആ ചിന്തയിലേക്ക് ബോധ്യപ്പെടുത്താൻ അതിലേക്കുള്ളൊരു പരിശീലനത്തിന്റെ പ്രധാന സന്ദേശമാണ് റമദാനിന്റെ ആദ്യത്തെ 10. അള്ളാഹു എന്ന ചിന്തയിൽ, അള്ളാഹു എന്ന ബോധ്യപ്പെടലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും നന്ദിയാണ്. അപ്പൊ ജീവിതത്തിന്റെ പുരോഗതി ഉണ്ടാകും. സൂറത്ത് ഇബ്രാഹിം. അള്ളാഹു അറിയിച്ചത്, നിങ്ങൾ അള്ളാഹിനെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന് നന്ദിയായി ചെയ്യുന്ന ആ നല്ല അമലുകൾ ഉണ്ടല്ലോ, അത് മുഖേന നിങ്ങൾക്ക് വീണ്ടും ജീവിതത്തിന്റെ വർധനവുകൾ അള്ളാഹു നൽകുമെന്ന പ്രഖ്യാപനമാ. ഫദ്കുറൂനി അദ്കുറുക്കും. അവന്റെ പ്രതികരണം അങ്ങനെയാ, വലിയൊരു സെൻസറാണ്. ഫദ്കുറൂനി അദ്കുറുക്കും. എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവോടുള്ള നന്ദിയെ മഹാന്മാരായ സുഫിയാക്കൾ വ്യാഖ്യാനിച്ചു. എങ്ങനെയാണെന്നറിയോ? നന്ദി അതിന്റെ ഫലത്തിൽ വരുന്നത്
വഹഖീഖത്തു ശുക്ർ ഇൻദ അഹ്ലി തഹഖീഖ് അൽ-ഇഅ്തിറാഫു ബിനിഅമത്തിൽ മുൻഇമി അലാ വജ്ഹിൽ ഖുദൂ' എന്നാണ്. ഈ അനുഗ്രഹം ചെയ്തു തന്ന തമ്പുരാനോട് വിനയത്തോടുകൂടെ അത് സമ്മതിക്കലാണ്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ മനുഷ്യന്മാരുണ്ട്. ഫുതൂഹ് ഷാമിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇറ്റലിയിലെ അന്താക്കിയ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ജയിച്ചടക്കി വരികയാ സ്വഹാബികൾ. ആ സന്ദർഭത്തില് മഹാനായ സയ്യിദന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിക ഭരണസിരാ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. മഹാനവറുകളോട് സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നുണ്ട്, അന്താക്കിയ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വന്നു ഉമറേ റളിയല്ലാഹു അൻഹു. സയ്യിദന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം. മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ശ്രദ്ധിക്കണേ, ചിരിക്കല്ല ചെയ്തത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ സുജൂദിൽ കിടന്നു. എന്നിട്ട് സുജൂദിന് ശേഷം ആ മുഖം മണ്ണിലിട്ട് ഉരുട്ടി. ഉമറിന്റെ ഈ കാണുന്ന സൗന്ദര്യത്തോടെയും പ്രൗഢിയോടെയും അള്ളാഹുവോട് ശുക്ർ പറഞ്ഞാൽ അത് പൂർണ്ണമല്ലെന്ന് ചിന്തിച്ചു സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. അവരുടെ അനുഗ്രഹങ്ങളുടെ മുന്നിൽ അവർ വീണ്ടും വീണ്ടും ചെറുതാവുകയും റബ്ബിന്റെ മുന്നിൽ നിസ്സാരനാവാൻ ശ്രമിക്കുകയും ചെയ്ത ആ വിനയത്തിന്റെ സ്വഭാവം, അതിൽ നിന്നുകൊണ്ടുള്ള അനുഗ്രഹത്തെ സമ്മതിക്കൽ, അതിനാണ് ശുക്ർ, നന്ദി എന്ന് പറയാം. അങ്ങനെയാണ് ചില ആളുകളൊക്കെ ദ്വാരക്കണെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ചോറിഞ്ഞായിരിക്കണേ, അത് ഇപ്പൊ കൊടുക്കുക, അവിടെ കൊടുത്തേപ്പിച്ചേക്കണേ, ചോദിച്ച് ഇപ്പൊ തന്നെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. ആ ദ്വാ ഒരു അമലാണ്. അതിന്റെ മുന്നിൽ ഒരു വിനയം വേണം. അതിന് അതിൻ്റെതായ അതബുണ്ട്. ഉദാഹരണമാണ് ദ്വാ. ഓരോ പ്രവർത്തനങ്ങളും നജാശി രാജാവിന്റെ മുന്നിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇരിക്കാൻ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ബദറിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും വിജയിച്ചിട്ടുണ്ട്. നജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നോക്കിയിരിക്കുക. മഹാനവറുകൾ പറയാണ്, അബുൽ ഫിദാ ഇസ്മാഈൽ ബിൻ കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ സംഭവം പറയുന്നുണ്ട്. രാജാവ് അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിന്റെ രാജപ്രൗഢിയുടെ സർവ്വവേഷഭൂഷാദികളും അഴിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏറ്റവും പഴഞ്ചൻ മുണ്ടെടുത്തു വന്നു. എന്നിട്ട് അദ്ദേഹം നിലത്ത് പച്ച മണ്ണിൽ അദ്ദേഹം ഇരുന്നിട്ട് അള്ളാഹുവോട് അദ്ദേഹം നന്ദി പറയാ. ബദറിൽ ഹബീബിന് സ്വഹാബികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയം കിട്ടിയതിൽ മഹാനവറുകൾ സന്തോഷിക്കാം. എന്നിട്ടോ നജാശി രാജാവ് പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത് എന്ന ഒരു പാഠം ഞാൻ പഠിച്ചതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ വിനയം കാണിക്കുന്നത്. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇല്ലായ്മ പറയാൻ വേണ്ടി മാത്രം അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ബോധമാ നമുക്കുള്ളത്. എത്ര ഉണ്ടെങ്കിലും അതും റബ്ബിന്റെ മുന്നിൽ തുറന്ന് പറയുന്നില്ല. അള്ളാഹുവേ, ഇതൊന്നും സ്വീകരിക്കാനും ഇതൊന്നും കൊണ്ടു നടക്കാനും എനിക്ക് യോഗ്യതയില്ല, നീ തന്നതല്ലേ. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എപ്പോഴും വരണം. ഏതൊരാൾക്കും അങ്ങനെ പറയാൻ തന്റെ ജീവിതത്തിൽ പലതും അള്ളാഹു വലുതായി തന്നെയാ തന്നിട്ടുള്ളത്. ഇതെങ്കിൽ ഇത് നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ വലിയ മനുഷ്യന്മാർ, നേതാക്കളാണ് ഇവർ, ചക്രവർത്തികളാണ്. നിഅമത്ത് വന്നാലുള്ള ഹാലും ഇതാണ്. നജാശി രാജാവിന് മണ്ണിലിരിക്കേണ്ട കാര്യമില്ല. ഉമർ ബിൻ അൽ ഖത്താബിന് തന്റെ ശരീരത്തിൽ ചെളി പുരട്ടേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, മഹാന്മാരായ പൂർവികരായ ചില പണ്ഡിതന്മാരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ ചില ഭക്ഷണത്തിന്റെ രുചി പോലും കളഞ്ഞിട്ടാ അവരത് കഴിക്കാം. അള്ളാഹുവേ, അത് അധികമാകുമോ എന്ന ചിന്തയാ. ഭക്ഷണത്തിന്റെ രുചി പോലും അവർക്ക് വേണ്ട, ഭക്ഷണത്തിന്റെ രുചി പോലും വേണ്ട. അങ്ങനെ ജീവിച്ച മഹാനാണ് സ്വഹാബികളിൽ പ്രമുഖനായ മാലിക് ബിൻ ദീനാർ. ഇതൊക്കെ അനുവാദമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ജീവിതം ആസ്വദിക്കണ്ടേ? എടോ, അള്ളാഹു എന്ന ലഹരി ഹൃദയത്തിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബോധ്യപ്പെടലിന്റെ വിളംബരവുമായി റമദാനിന്റെ ആദ്യത്തെ 10 നാളുകൾ വരുമ്പോൾ അതിലേക്ക് ഇതുവരെ ആയുസ്സിൽ ഉണരാൻ കഴിയാത്ത നമ്മോട് ഈ ഉപദേശം വീണ്ടും വീണ്ടും ശക്തിയായി പറയുന്നു. ആ ബോധ്യപ്പെടൽ വന്നു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ വേണ്ട,
ദുനിയാവിന്റെ രുചികൾ വേണ്ട, ദുനിയാവിന്റെ രുചികൾ വേണ്ട. നമ്മുടെ അവസ്ഥ എന്താ? എന്തെങ്കിലും കഴിവെന്നു വന്നാൽ പിന്നെ ഫിർഔനിനെയും കവയ്ക്കുന്ന ഗമയാ പൊന്നേ. നടക്കുന്ന കണ്ടാൽ തന്നെ പറയും ആരടാ ഇവനാണ് അബൂജഹലെന്നു തോന്നും മാറടാ. നമ്മൾ ഓരോരുത്തരെയും പറ്റി തഴവ പാടിയത് അങ്ങനെയായിരിക്കാം. അല്ല, ആ നടത്തത്തിലും ആ ഇരുത്തത്തിലുമൊക്കെ ഉള്ളൊരു അഹങ്കാരത്തിന് എവിടെ ഇതില്ലാത്തത്? എവിടെയാ മനുഷ്യന്റെ ഈഗോ വർക്ക് ചെയ്യാത്തത്? ഒരാളൊരു ഉപകാരം ചെയ്താൽ അയാളോട് അല്ലാഹു ഖൈർ നൽകട്ടെ എന്ന പ്രാർത്ഥന കൊണ്ട് അവനെ സന്തോഷിപ്പിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയാ നമ്മുടെ വിനയം. മൻ സുനിഅ ഇലൈഹി മഅറൂഫ് ഫഖാല ലിഫാഇലിഹി ജസാകല്ലാഹു ഖൈറാ ഫഖദ് അബ്ലഗ ഫിസ്സനാ. ഒരാൾ ഒരു നല്ലത് ചെയ്തു തന്നാൽ ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ് ഉസാമത്ത് ബിൻ സയ്യിദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ അല്ലാഹ് നിനക്ക് ഖൈർ പകരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷിപ്പിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ സന്തോഷിപ്പിക്കൽ അല്ലാഹുവിന് നീ നന്ദി ചെയ്യലിന്റെ ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണേ, സംസ്കരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനെ അഹങ്കരിക്കാനൊന്നുമില്ലല്ലോ. എവിടെയാ പറഞ്ഞത്? ഹദീസിൽ കാണാം, 2 മൂത്രദ്വാരങ്ങളിലൂടെ പുറത്തു വന്നവനാ നീ. പിന്നെന്തിനാ അഹങ്കരിക്കാൻ? 2 സമയങ്ങളിൽ 2 മൂത്രദ്വാരങ്ങളിലൂടെ പുറത്തു വന്നവനാ നീ. പിന്നെങ്ങനെ അഹങ്കരിക്കാൻ? ബോധ്യപ്പെടണം, അല്ലാഹുവിനെ ബോധ്യപ്പെടണം. അസ്റിന്റെയും ഖുസ്റിന്റെയും ഇടയിൽ പറയപ്പെട്ടവനാ നീ. എങ്ങനെ അഹങ്കരിക്കാം? ഒരു നിമിഷം കൊണ്ടും എല്ലാം ഇല്ലാതെ പോകുമെന്ന് അല്ലാഹു നിന്റെ മുന്നിൽ ഉറക്കെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. നീ കരുത്തനല്ല. ഒരു തുമ്മല് കൊണ്ട് ഈ ലോകത്ത് നിലംപതിച്ചവനാ നമ്രൂദ്. അതിനപ്പുറത്തേക്ക് മനുഷ്യ നിനക്ക് ആയുസ്സിന്റെ കരുത്ത് എന്ന് പറയാൻ, സമ്പത്തിന്റെ ബലം എന്ന് പറയാൻ ഒന്നുമില്ല. ഒക്കെ അല്ലാഹുവിന്റെ കരുണയാണ്. അതിന്റെ ഇടയിൽ മനസ്സിൽ തട്ടി ഒരു 10 പ്രാവശ്യം അൽഹംദുലില്ലാ പറയാൻ കഴിയുന്ന നിരവധി അനുഗ്രഹങ്ങൾ നിന്റെ മുന്നിൽ അല്ലാഹു ഇങ്ങനെ നിരത്തി വെച്ചപ്പോ അതിനെ ബോധ്യപ്പെടാൻ ഒരു റമളാനുണ്ട്, റഹ്മത്തിന്റെ 10 വന്നു, എന്നിട്ട് നീ ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ എവിടെയാ ഇപ്പോൾ ഉള്ളത്? നഫ്സിനോട് ഞാൻ ചോദിക്കുന്നു, നമ്മളൊക്കെ പിശാചിന്റെ ആലയത്തിൽ തന്നെ അവനോടൊപ്പം കെട്ടിയിടപ്പെട്ട റമളാനിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവനല്ലേ? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു മാറ്റം മനസ്സിൽ പടച്ചോനെ ഒരുപാട് നീ എനിക്ക് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അല്ലാഹ്, ഞാൻ ഇത്രയും കാലം തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല, നീ അറിഞ്ഞിട്ടുള്ളൂ. പടച്ചോനെ ഇനി ഞാനത് ചെയ്യില്ല. അല്ലാഹു വന്നത് വന്നു. ഈ റമളാനോടുകൂടി ഇനിയൊരു റമളാൻ ഉണ്ടോ ഇല്ലയോ? അല്ലാഹ് അതൊക്കെ നിന്റെ കയ്യിലാണ്. അള്ളാഹുവോട് ഇങ്ങനെ സംസാരിക്കണമെന്നേ. നമ്മൾ ഒന്നും അല്ലാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നിട്ട് അള്ളാഹുവോട് സംസാരിക്കണം. എത്ര ഇഷ്ടമാണെന്ന് അറിയാം. അതിന് പറയുന്ന അറബിയിൽ പറയുന്ന ഒരു പേരാണ് സനാ. അള്ളാഹുവിനെ സ്തുതിക്കലാണിത്. എവിടെയും ഈ സ്തുതിയില്ലാതെ പോയിട്ടില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൽ ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ആദരണീയമായ പ്രവർത്തനമല്ലേ സുജൂദ്? അവിടെയും ഹംദുണ്ട്. ഒരു മനുഷ്യൻ ടോയ്ലറ്റിൽ നിന്നും പുറത്തു വരുമ്പോഴും പറയുന്നതും അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. അവിടെയും ഹംദ്. 2 തലങ്ങളായി പറഞ്ഞത്. ഒരു മനുഷ്യൻ ആദരിക്കുന്ന അവന്റെ സുജൂദിന്റെ ഇടത്തിൽ സുജൂദിന്റെ അകത്ത് ചൊല്ലിയതും അവൻ ടോയ്ലറ്റിൽ നിന്നും പുറത്തു വന്നപ്പോൾ പറഞ്ഞതും അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സ്തുതിയുടെ വചനങ്ങളെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകാ എന്നറിയുമോ? അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി യൗമൽ ഖിയാമ. സ്വർഗത്തിന്റെ വിശാല വിസ്തൃതിയിലുള്ള കവാടത്തിൽ നിന്നും മലക്ക് വിളിക്കുമത്രേ, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് മാടി വിളിക്കും.
ആ വിളി ആദ്യം കേൾക്കാൻ അല്ലാഹു ആർക്കാണ് അർഹത നൽകിയതെന്നറിയുമോ? സ്വർഗത്തിലേക്ക് ആദ്യം വിളിച്ച് കയറ്റുന്നത് ആരെയെന്നറിയുമോ? ഇമാം ബൈഹഖി അവിടുത്തെ സ്വഹീഹുൽ ഹദീസ് പറയുന്നുണ്ട്, ജീവിതത്തിൽ അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഒരുപോലെ അൽഹംദുലില്ലാ എന്ന ദിക്ർ കൊണ്ട് മനസ്സിനെ കീഴടക്കിയവനെ നിന്നെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കാം. സങ്കടം വന്നപ്പോ എങ്ങനെയാ ഉസ്താദെ പറയാത്? പറയണോലോ. ഉമ്മു സുലൈം അങ്ങനെയാ പറഞ്ഞത്, അബൂ തൽഹ അങ്ങനെയാ പറഞ്ഞത്. പൊന്നുമോൻ മരിച്ചു എന്ന് കേട്ടപ്പോ ആ പൊന്നുമോന്റെ മരണം കേട്ടിട്ട് കുഞ്ഞാണ് കുറെ കാലെത്തിട്ട് വലിയ യാത്രയും കഴിഞ്ഞ് കാണാൻ വന്നപ്പോ ആ പൊന്നുമോനെ കാണാൻ മയ്യിത്തായ ഒരവസ്ഥയിൽ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം ഹദീസ്. ഉമ്മു സുലൈം മഹാനായ അബൂ തൽഹയുടെ മുന്നിൽ കുട്ടിയുടെ മരണം പറയുമ്പോ അള്ളാഹ് തന്നത് തിരിച്ചെടുത്തു എന്ന് പറയാ. അങ്ങനെ ഒരു വർത്താന പറഞ്ഞത്, അള്ളാഹ് തന്നത് തിരിച്ചെടുത്തു. അപ്പോഴാണ് പറഞ്ഞത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയി. മരിച്ച അൽഹംദുലില്ലാ പറയണമെന്നല്ല, താൻ ഏറ്റവും കൂടുതൽ വിങ്ങിപ്പൊട്ടിയ നേരത്തും അള്ളാഹിനെ കുറ്റപ്പെടുത്തിയില്ല. അതിന്റെ പിന്നിലും ഒരു ഖൈറുണ്ട്. ഫലമാ അസ്ബഹ അത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹിക്ക് റസൂലുള്ളാഹിയുടെ മുന്നിൽ ചെന്നപ്പോൾ അള്ളാഹിന്റെ ഹബീബ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, ഇന്നലത്തെ രാത്രിയിലെ നിങ്ങളുടെ ശാരീരിക വീഴ്ചയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു കുഞ്ഞു പിറന്നു, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബീ തൽഹ. ആ കുഞ്ഞിന് മധുരം കൊടുത്തത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ മഹാന്മാർ അത്ഭുതം തീർത്ത ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ പഠിക്കാൻ ഏറെ വിളമ്പി തന്നിട്ടാണ് പോയത്. അപ്പോഴുണ്ട് ഫറോവയുടെ ശരീരഭാഷയും അബൂജഹലിന്റെ സ്വഭാവവും ഒക്കെയായി ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് ഒരു പഠിതാവായി നിന്നാൽ നമുക്ക് എങ്ങനെ നന്നാവാൻ കഴിയും? ഒരു മനുഷ്യനെ റമദാൻ ചുരുക്കി അവനെ താഴെ എത്തിക്കാണ്. പട്ടിണിയും കിടത്തി, വിശപ്പിന് എല്ലാവർക്കും ഒരേ വേദനയാണെന്ന് ബോധ്യപ്പെടുത്തി, അവന്റെ എത്ര സമൃദ്ധിയും സുലഭതയും ഇല്ലായ്മകളിൽ ഇങ്ങനെ ആവണമെന്ന് പഠിപ്പിച്ച ഈ റമദാൻ, അതുപോലെ തന്നെ ഹജ്ജ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ കുറച്ച് നേരത്തേക്ക് നീ ആവണം. അതിനൊരു മിനയും മുസ്ദലിഫയും ഒക്കെ. എന്നിട്ടും നന്നാവുന്നില്ല എങ്കിൽ എൻ്റെ സഹോദര, ആദ്യം പറഞ്ഞ മരുന്ന് ഹൃദയത്തിൽ ചേർത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. അത് ദിക്റുള്ളയാണ്, അള്ളാഹു എന്ന ഓർമ്മ. സ്വർഗത്തിന്റെ അകത്തേക്ക് വിളിക്കുന്നത് ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അൽഹംദുലില്ലാ, ഇതെങ്കിൽ ഇത് എനിക്കുണ്ടല്ലോ, ആ ഒരു ചിന്തയാണ്. അങ്ങനെ ഉള്ളവരെ ആദ്യം വിളിക്കുവത്രേ. ആ ദിക്ർ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഇബ്ലീസിൽ നിന്നും അകറ്റി നിർത്തുന്ന ദിക്റാണ്. അത് ചൊല്ലിയ മൂപ്പര പരിസരത്തുണ്ടാവില്ല. അങ്ങനെയുണ്ട്. അട്ട പോകുന്നിടത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ അട്ട അതിൽ വരില്ല എന്ന് പറയുന്ന പോലെ, അതുപോലെ ഒന്നുമല്ല. എന്നാൽ ഇബ്ലീസിന് ഏറ്റവും വെറുപ്പ് ഈ ദിക്ർ കേൾക്കുമ്പോഴാണ്. പിന്നെ ആ ഏരിയയിൽ കാണില്ല മൂപ്പര. അൽഹംദുലില്ലാ എന്ന ദിക്ർ, അത് സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവർക്ക് ജീവിതത്തിൽ ചൊല്ലി ശീലിച്ചു പോരാനുള്ള ഒരു ഏറ്റവും വലിയ ഒരു പരിശീലനം. സ്വർഗത്തിലേക്ക് ആദ്യത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചൊല്ലി പോവേണ്ട ദിക്റാണ് അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് പ്രയാസമുണ്ട് അത് പറയാൻ? അത് ചില സന്ദർഭങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടു പോവാ. ഒന്ന് തുമ്മിയ അത് വേറെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അത് നിരന്തരം ഉണ്ടാവണമെന്നാണ്. എന്നാൽ ആദ്യം സ്വർഗത്തിലേക്ക് എത്താം. സ്വർഗത്തിൽ പോയാൽ തന്നെ പറ്റില്ലല്ലോ, അത് ആദ്യം തന്നെ പോകണമല്ലോ. ഞാൻ പറയട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിതരണത്തിൽ പങ്കാളിയാണെങ്കിൽ നമ്മുടെ ഒക്കെ ചിന്ത ആദ്യം എനിക്ക് കിട്ടണമെന്നാ. ഒരു ഇടിച്ചുകയറിൽ എവിടെ ഉണ്ടോ, ആദ്യം എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ വല്ല അന്നദാനം നടക്കുന്നിടത്തുനിന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ഒരു ടോക്കൺ വിതരണങ്ങളോടുത്ത്, എന്തെങ്കിലും ഒരു പൊതുവിതരണ സ്ഥലത്ത് ആദ്യം എനിക്ക് കിട്ടണം. ആദ്യം അത് നിസ്കാരത്തിന് സഫ് കെട്ടണോടത്ത് കാണുന്നില്ല. വാങ്ക് വിളിച്ചാൽ ആദ്യം പള്ളിയിലേക്ക് എത്തുന്നോടത്ത് കാണുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു ആദ്യം എന്ന് തോന്നല് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട 2-3 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് സഫ് കെട്ടുന്നോടത്ത് വേഗാവ. ആദ്യം അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അതിൽ ചേർക്കട്ടെ. വാങ്ക് വിളിച്ച നേരത്തെ എത്താ എന്നത്, സാബിഖ് ആവാ എന്നത് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ചിന്ത എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹംദിന്റെ വഴിയിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് പ്രേരണയും പ്രചോദനവും ആവേശവും ആയി മാറട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ. പടച്ച റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. റമളാൻ കബൂലാക്കണേ അല്ലാഹ്. സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾക്ക് പ്രതിഫലം കിട്ടണം എന്ന നെയ്യത്തിൽ നോമ്പ് തുറയിലേക്ക് ആവശ്യമായ വെള്ളവും ഈത്തപ്പഴവും തന്നിരിക്കുന്നു. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മൗതാക്കളിലേക്ക് നിന്റെ തവാബ് എത്തിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ചെറുതും വലുതുമായി നോമ്പ് തുറയിലേക്ക് പലതും തരുന്നുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. നോമ്പ് തുറയിലേക്ക് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. പ്രശ്നങ്ങളിൽ കുടുങ്ങിയ മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ വാപ്പ ഏൽപ്പിച്ചിരിക്കുന്നു. ഏത് പ്രശ്നമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പുണ്യമാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ അദ്ദേഹത്തെ അതിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹലിന്റെ സ്ഥാപനങ്ങളെ നീ പുരോഗതിയിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.